ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് ഒരു പാർട്ടി വെയർ ഗൗണാണ്. നെറ്റ് എംബ്രോയിഡറിയിൽ ചെയ്തിരിക്കുന്ന ഒരു നല്ല അടിപൊളി ഗൗണാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നെറ്റ് എംബ്രോയിഡറി 1/2 മീറ്ററാണ് വേണ്ടത്. പിന്നെ അതിന് ലൈനിങ് ആയിട്ട് സാറ്റിൻ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാറ്റിൻ്റെ അടിയിലായിട്ട് ഞാൻ കോട്ടൺ ലൈനിങ്ങും കൂടി കൊടുക്കുകയാണ്. പിന്നെ താഴെ ഗൗണിന് വേണ്ടി പ്ലെയിൻ നെറ്റ് 6 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫാബ്രിക് എത്രയൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ ആദ്യം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്നും എല്ലാവരും ഒന്ന് നോക്കാം. ഞാൻ ഫ്രണ്ട് പാർട്ടിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 13 ഇഞ്ചാണ് തയ്യൽ തുമ്പ് അടക്കെടുക്കുന്നത്. നമുക്ക് വേണ്ട ബോഡി പാർട്ട് ലെങ്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡറും താഴെ സ്കേർട്ടായിട്ട് ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ചും കൂട്ടി ടോട്ടൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ വീതി എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ 11 ഇഞ്ച്. ചെസ്റ്റിൻ്റെ വണ്ണം 24 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ സാറ്റിനും കോട്ടൺ ലൈനിങ്ങും വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഏറ്റവും അടിയിൽ കോട്ടൺ ലൈനിങ്ങും സാറ്റിന് പിന്നെ നമ്മുടെ നെറ്റ് എംബ്രോയിഡറി, ഇങ്ങനെയാണ് നമ്മൾ തുണി വയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നെറ്റിൻ്റെ മുകളിലായിട്ട് കോട്ടൺ ലൈനിങ് നെറ്റിൻ്റെ മുകളിലായിട്ട് വരിക, എന്നിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് നേരെ തിരിച്ചിടുക. അങ്ങനെയാണ് ഞാനിവിടെ ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് പാർട്ടും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ തന്നെ നെറ്റ് ഫാബ്രിക് അതിൻ്റെ അടിയിൽ സാറ്റിൻ വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് വെച്ചിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ സിബ് ഇതുപോലെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇൻവിസിബിൾ സിബാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ ഏറ്റവും അടിയിൽ ലൈനിങ്. ഇനി സ്കേർട്ട് പോർഷന് ഞാൻ ലൈനിങ് കൊടുക്കുന്നില്ല, കോട്ടൺ ആകെ ബോഡി പാർട്ടിന് മാത്രമാണ് കേട്ടോ കൊടുക്കണത്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് നമുക്ക് ഷോൾഡറാണ് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ സ്ലീവ് നമ്മൾ സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നെക്ക് മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി താഴേക്കുള്ള ലൈനിങ്, അതായത് സാറ്റിൻ ലൈനിങ് 3 മീറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് അമ്പർല കട്ടിൽ വെട്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നോക്കുക, കണ്ടോ, ഇതിൻ്റെ വേസ്റ്റ് റൗണ്ട് ആയിരിക്കണം ഇവിടെ അമ്പർലൻ്റെ ഈ ഒരു ബോഡി പാർട്ടായിട്ട് വരേണ്ടത്. ഇവിടെ ഗൗണിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 41 ഇഞ്ചാണ്. അപ്പം മുകളിലത്തെ ഭാഗം മാത്രം 12 ഇഞ്ചും ബാക്കി 41 ഇഞ്ചിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ അതാണ് നമുക്ക് സ്കേർട്ട് പോർഷൻ വേണ്ടത്. പ്ലസ് ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടിയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഗൗണിനുള്ള താഴേക്കുള്ള സ്കേർട്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇനി നെറ്റ് ഫാബ്രിക് എടുക്കുകയാണ്. നെറ്റ് ഫാബ്രിക് ഞാൻ 6 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ 2 ലെയറിൽ ചുരുക്കിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ അത്ര മീറ്റർ ഞാൻ എടുക്കുന്നത്. ഇനി സ്ലീവിനായിട്ട് ഞാൻ ഇതുപോലൊരു ഫ്രിൽ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ആ ഒരു ഷേപ്പിൽ ഒരു നമുക്ക് ഇതിൻ്റെ നീളം നോക്കാം. 3.5 ഇഞ്ചിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 1.5 ഇഞ്ച് വീതിയിൽ വരും താഴെയായിട്ട്. എന്നിട്ട് ഇതുപോലൊരു ഷേപ്പിൽ വരച്ചിട്ട് നമ്മളത് കട്ട് ചെയ്യുകയാണ് ഇത് ചെയ്യണത്. അങ്ങനെ ടോട്ടൽ 3 ഇഞ്ച് വീതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനത് 31.5 ഇഞ്ച് വീതിയുള്ളൊരു തുണിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 18-20 ഇഞ്ച് ആയാലും മതിയാവും. അത്ര ചുരുക്ക് വേണ്ടാത്തവർക്ക് 18 ഇഞ്ച് എടുത്താൽ മതിയോ. ഞാനിപ്പോൾ ഇവിടെ 18 ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. തുണീൻ്റെ നീളമാണ്. അപ്പോൾ അത് നമ്മൾ ചുരുക്കിട്ട് വരുമ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലാണ് വരിക. അപ്പം ഞാനിത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലായിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിന് ഈ മുകളിലത്തെ നെറ്റ് ഫാബ്രിക് മാത്രമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, നെറ്റും സാറ്റിനും. എന്നിട്ട് ഈ ലൈനിങ് ഭാഗം ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ഒരു ഓപ്പോസിറ്റ് ഭാഗം ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് ഈ ലൈനിങ് ഭാഗം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ നെറ്റിൻ്റെ മുകളിലായിട്ട് നമ്മളിത് വെച്ച് കൊടുക്കും. അപ്പോൾ ആ ഒരു സ്ലീവ് പോവാതിരിക്കാൻ ആദ്യമേ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഈ ലൈനിങ് ഇതിന് മുകളിലായിട്ട് കൊണ്ടുവരികയാണ്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പുറത്തേക്ക് സ്ലീവിൻ്റെ ഭാഗം തള്ളി നിൽക്കില്ല, അതിൻ്റെ അരികു ഭാഗം ആ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഭാഗം പോണതുകൊണ്ട് കുട്ടികൾക്ക് കംഫർട്ടായിരിക്കും ഈ ഒരു ഗൗൺ ഇടാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് അറിയാത്തവർക്ക് സാധാരണ പൈപ്പിംഗ് ആ ഒരു സ്ലീവിൻ്റെ അവിടെ ചെയ്ത് കൊടുത്താൽ മതി.
ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഞാൻ ഇതുപോലൊരു ബാൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ സാറ്റിൻ ഫാബ്രിക് തന്നെയാണ് എടുക്കുന്നത്. ഇതിൻ്റെ നീളം വരുന്നത് 4 ഇഞ്ചും ബാക്കി നീളം വരണത് വീതി വരുന്നത് അതിൻ്റെ വീതി തന്നെ എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് 2 ഇഞ്ചിൻ്റെ മിഡിലായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മിഡിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തേക്കണമുണ്ടാവും, അവിടെയായിട്ടൊന്ന് താഴെ മുകളിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ മറിച്ച് ഇങ്ങനെ മുകളിലത്തെ ആ ഒരു ഭാഗം തിരിച്ചിടാം. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഒരു ബോഡി പാർട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ബോഡി പാർട്ടിൻ്റെ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കാരണം സ്ലീവ് ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് ഭാഗമാണ് ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗൗണിൻ്റെ ഭാഗം ചുറ്റി സ്റ്റിച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ഫ്രണ്ട് പാർട്ടിൻ്റെ സ്കേർട്ട് പോർഷൻ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഭാഗം ബോഡി പാർട്ടിൻ്റെ ഒരു ഭാഗം ഫുള്ളും സ്റ്റിച്ച് ചെയ്യരുത്, പകുതി വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്താം. എന്നിട്ട് ഈ നെറ്റ് ഞാൻ ഇതുപോലെ ചുരുക്കിട്ടേക്കാണ്. അപ്പോൾ 2 ഫ്ലെയർ നെറ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തിരിയും കൂടിയും കട്ടിയിൽ അതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ലൈനിങ് ആയിട്ടുള്ള നമ്മുടെ സാറ്റിൻ ഫാബ്രിക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ അടിയിലായിട്ട് ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തെ ലൈനിങ് വയ്ക്കാം, അതിൻ്റെ മുകളിൽ സാറ്റിൻ വയ്ക്കാം, എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തിരിച്ചിടുമ്പോൾ നെറ്റ് ഫാബ്രിക് മുകളിൽ വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിങ്ങനെ വയ്ക്കണത്. തിരിഞ്ഞു പോകരുത് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഇനി ഇവിടെയായിട്ട് ഞാൻ ലൈനിങ്ങിൻ്റെ അടിയിൽ ഞാനൊരു കോട്ടൺ ലൈനിങ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ഞാൻ ഇതുപോലെ സ്റ്റിഫ് നെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിൽ മാത്രമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. വെറുതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഫ്രണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, നെറ്റ് കൊടുത്തേക്കാണ്. അതുപോലെ ബാക്കിലും കൊടുത്തു. ഇനി ഇതിന് മുകളിലായിട്ട് ലൈനിങ് കൊടുക്കുകയാണ്, കോട്ടൺ ലൈനിങ്. അപ്പോൾ ഇതിൻ്റെ തേരുഭാഗം ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം കാണാതിരിക്കാൻ വേണ്ടി ഈ കോട്ടൺ ലൈനിങ്ങിനെ നമുക്ക് ബോഡി പാർട്ടിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ കൊണ്ടുവരണം. അതായത് ഇതുപോലെ സ്റ്റിഫ് നെറ്റ് മുകളിലായിട്ട് ഇതുപോലെ വരുന്ന രീതിയിൽ വയ്ക്കാം. എന്നിട്ട് ഈ ബോഡി പാർട്ടിന് ഇവിടെയായിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചുരുക്കിട്ടിട്ട്, നമുക്ക് തുണി കൂടുതലുണ്ടെങ്കിൽ ചുരുക്കിട്ട് കൊടുക്കാം. ഇതുപോലെ ചുരുക്കിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റിഫ് നെറ്റ് സാറ്റിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ തിരിച്ചിടുമ്പോൾ പോണത്. സ്റ്റിഫ് നെറ്റ് വയ്ക്കണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലാത്തവർക്ക് അത് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇച്ചിരി കൂടി പൊന്തി നിൽക്കുക, അതാണ് ഇതുകൊണ്ടുള്ളൊരു ഉദ്ദേശം. അതുപോലെ ഫ്രണ്ട് പാർട്ടിലും ബാക്ക് സൈഡിൽ ഇതുപോലെ തന്നെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ മുകളിലായിട്ട് വേണം അടിക്കാൻ. അതിൻ്റെ അടിയിലായിട്ട് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗം കയറിപ്പോവും. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് സാറ്റിൻ ഫാബ്രിക്, അതിൻ്റെ അടിയിലായിട്ട് നെറ്റ്, ഇതുപോലെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതിൻ്റെ വേറെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരുമിച്ചും നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സൈഡ് ഭാഗമാണ്, മറ്റേത് ഓപ്പണിംഗ് ആയിരുന്നു ഫുള്ളും, അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിന് ഒരു ബോ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതാണ്. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ഗൗണാണ്. അപ്പം അതിന് സെയിം മാച്ചിങ് ആയിട്ടുള്ള നെറ്റാണ് താഴേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഗൗൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരണത്. ബാക്കി മോഡിഫിക്കേഷൻസൊക്കെ നമുക്ക് വരുത്താൻ വേണമെങ്കിൽ അതിൻ്റെ ആ പൂ വേണമെങ്കിൽ സെൻറ്ററിൽ കട്ട് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ബോ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ബോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഇതുപോലത്തെ വീഡിയോസായിട്ട് വരുന്നതാണ്. ബൈ.